സാർ നമസ്കാരം. നമസ്കാരം. പണ്ട് വയലാറിൻ്റെ ഒരു കവിതയുണ്ടായിരുന്നു. അതിപ്പോഴും വലിയ പ്രാധാന്യത്തോടു കൂടി നമ്മളെല്ലാവരും ചർച്ച ചെയ്യുന്ന ഒന്നാണ്. രാവണപുത്രി എന്നാണ് ആ കവിതയുടെ പേര്. യുദ്ധം കഴിഞ്ഞു കബന്ധങ്ങൾ ഉന്മാദ നൃത്തം ചവിട്ടിക്കുഴച്ചു രണാങ്കണം, അപ്പോഴും രാവണനുള്ളിൽ ഒരു അന്തിമ സ്വപ്നമായി നിന്നു മനോജ്ഞയാം മൈഥിലി. മരണാസന്നമായി രാവണൻ കിടക്കുമ്പോഴും മൈഥിലിയെക്കുറിച്ചുള്ള ചിന്തയായിരുന്നു രാവണൻ്റെ ഉള്ളിൽ എന്നാണ് അന്ന് വയലാറ് പറഞ്ഞു വെച്ചത് രാവണപുത്രി എന്ന തൻ്റെ വിഖ്യാതമായ കവിതയിലൂടെ. ഇതെന്താണ് ഇവിടെ പറയാൻ കാരണം എന്ന് വെച്ചാൽ, 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു. CPM 8 നിലയിൽ പൊട്ടി. രാവണപുത്രിയിൽ വയലാറ് രാവണനെക്കുറിച്ച് വിശേഷിപ്പിച്ചിരിക്കുന്ന പോലെ അവസ്ഥയിലേക്ക് CPM മാറി. അപ്പോൾ ഈ സന്ദർഭത്തിലും അപ്പോഴും രാവണനുള്ളിൽ ഒരു അന്തിമ സ്വപ്നമായി നിന്നു മനോജ്ഞ മൈഥിലി എന്ന് പറഞ്ഞതുപോലെ, ആ മൈഥിലിയെക്കുറിച്ച് രാവണൻ്റെ ഉള്ളിലുണ്ടായിരുന്ന ആ മനോജ്ഞമായ സ്വപ്നം പോലെ തന്നെയാണ് ഇപ്പോഴും CPM യുദ്ധക്കളത്തിൽ മുറിവേറ്റ് വീണ് കിടക്കുമ്പോഴും ഇനിയൊരു ഉയർത്തെഴുന്നേൽപ്പിന് സാധ്യതയുണ്ടോ, വീണ്ടും തിരിച്ചു വരാൻ സാധ്യതയുണ്ടോ എന്നുള്ളൊരു സ്വപ്നമാണ് ഇവിടെ മൈഥിലിയായി, അല്ലെങ്കിൽ മൈഥിലി രാവണൻ്റെ ഉള്ളിൽ നിലനിന്നത് പോലെ ഇപ്പോൾ CPMൻ്റെ ഉള്ളിലുള്ളത്. എനിക്ക് രാജ്മോഹൻ സാറിനോട് ചോദിക്കാനുള്ളത്, മാറി മാറി വന്ന അനേകം തെരഞ്ഞെടുപ്പുകൾ കാണുകയും അതിൽ കൃത്യമായ ഒരു നിരീക്ഷണ ബുദ്ധിയോടുകൂടി, വിശകലന ബുദ്ധിയോടുകൂടി കാര്യങ്ങൾ പ്രവചിക്കുകയും ഇന്ന രാഷ്ട്രീയ കക്ഷികൾക്ക് ഇന്ന തരത്തിൽ ഇന്ന ഇടങ്ങളിൽ മുൻതൂക്കം കിട്ടും എന്ന് പലപ്പോഴും പ്രവചിക്കുകയും ഈ 2026 തെരഞ്ഞെടുപ്പ് അടക്കം അത്തരത്തിലുള്ള പ്രവചനങ്ങൾ മിക്കവാറും നമ്മൾ പറഞ്ഞതെല്ലാം സത്യമാവുകയും ചെയ്തൊരു അവസ്ഥയിൽ സാറിനോട് ചോദിക്കാനുള്ളത്, പ്രവചനങ്ങളുള്ള തിരുത്ത് വ്യാഖ്യാനങ്ങൾ, അതെ, അത്തരം നിരീക്ഷണ ബുദ്ധിയിലൂടെ കണ്ടറിഞ്ഞ കാര്യങ്ങൾ പൊതുസമൂഹത്തിന് വെച്ചപ്പോൾ അത് മിക്കവാറും എല്ലാം കൃത്യമായി വന്നു. 1-2 സീറ്റുകളുടെ കാര്യത്തിൽ മാത്രമാണ് തെറ്റുപറ്റിയത്, അല്ലെങ്കിൽ പിശക് പറ്റിയത്. ഇവിടെ എനിക്ക് സാറിനോട് ചോദിക്കാനുള്ളത്, ഈ യുദ്ധഭൂമിയിൽ കിടക്കുന്ന രാവണൻ്റെ ഉള്ളിൽ സീതയെ മൈഥിലിയെക്കുറിച്ചുള്ള ചിന്തയുണ്ടായതുപോലെ ഇപ്പോൾ പിണറായി വിജയൻ്റെയും MP ഗോവിന്ദൻ്റെയും ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സ്നേഹിക്കുന്ന എല്ലാവരുടെയും ഉള്ളിൽ ഈ പാർട്ടിയുടെ ഒരു തിരിച്ചു വരവിനെ കുറിച്ചുള്ളൊരു ചിന്തയുണ്ട്. സാർ, എന്താണ് CPM എന്ന പാർട്ടിയുടെ ഒരു നിലനിൽപ്പ്? ഇനി എങ്ങനെയായിരിക്കും കേരളത്തിൽ അത് നിലനിൽക്കാൻ പോവുക? ബംഗാളിലെ അവസ്ഥയിലേക്ക് CPM കേരളത്തിലേക്ക് അത്തരം അവസ്ഥയിലേക്ക് CPM മാറുമോ? അതോ ഇനി ഇതെല്ലാം പുനർജീവിച്ച്, അല്ലെങ്കിൽ ഇതിനെല്ലാം അതിജീവിച്ചുകൊണ്ട് പാർട്ടി പുനർജനിച്ച് വീണ്ടും കേരളത്തിൻ്റെ ഭരണസിരാ കേന്ദ്രത്തിൽ CPM ഉണ്ടാകുമോ? ജനങ്ങൾക്കിടയിൽ കമ്മ്യൂണിസം പഴയതുപോലെ കമ്മ്യൂണിസ്റ്റ് പച്ചയിലേക്കാൾ കൂടുതൽ വേര് പിടിച്ച് നിൽക്കുമോ? ഈ ചോദ്യത്തിന് ഉത്തരം പറയുന്നതിന് മുമ്പ് CBC വാര്യർ എന്ന് പറഞ്ഞാൽ പലരും ഇപ്പോഴത്തെ തലമുറ ഓർക്കാൻ സാധ്യതയില്ല. CBC വാര്യർ എന്ന് പറഞ്ഞൊരു കമ്മ്യൂണിസ്റ്റ് നേതാവുണ്ടായിരുന്നു. ദേശാഭിമാനിയുടെ ഹരിപ്പാട് ബസ് കോപ്പറേറ്റീവ് സൊസൈറ്റി, അങ്ങനെ പല സ്ഥാപനങ്ങളുമായിട്ട് ഇടത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയായിട്ട് വളരെ ബന്ധപ്പെട്ട് വന്ന ആളാണ്. ക്രമേണ ഇദ്ദേഹം പാർട്ടി പരിപാടികളിൽ നിന്നും അകലുകയും പാർട്ടിയിൽ നിന്ന് തന്നെ ഒരകൽച്ച സ്വയം പാലിക്കുകയും ചെയ്തു. അടുത്ത സുഹൃത്തുക്കൾ ചോദിച്ചു, എന്തുകൊണ്ടാണ് പാർട്ടിയിൽ നിന്ന് അകന്നു പോകുന്നത്, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്ന് അകന്നു പോകുന്നതെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ മറുപടി സിമ്പിൾ, വളരെ ലളിതമായ മറുപടിയാണ്. എല്ലാ കമ്മ്യൂണിസ്റ്റുകാരും കേൾക്കേണ്ട മറുപടിയാണ്. എൻ്റെ ജീവിതകാലത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോ കേരളത്തിലോ ഇന്ത്യയിലോ അധികാരത്തിൽ വരാൻ യാതൊരു സാധ്യതയുമില്ല. ഞാൻ 8-10 വർഷം 10-15 വർഷം ജീവിച്ചിരുന്നാലും അങ്ങനെ സംഭവിക്കില്ല. അതുകൊണ്ട് ഇനിയുള്ള കാലത്ത് ഞാനും കുടുംബവുമായി ഒന്ന് ജീവിക്കാൻ ശ്രമിക്കട്ടെ. എനിക്കും ജീവിക്കണം. കമ്മ്യൂണിസം വന്നിട്ട് ജീവിക്കാൻ നോക്കിയിരുന്നാൽ എനിക്ക് ജീവിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ ഈ പ്രസ്ഥാനത്തോട് വിട പറയുമെന്ന് പറഞ്ഞു. ഏറെക്കുറെ എനിക്ക് തോന്നുന്നത്, ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് ഒരു കാര്യം കാണിച്ചു തന്നു. തീവ്രമായി കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിച്ചിരുന്ന പലരും കുറേശ്ശെ ആ തീവ്രത കുറഞ്ഞ പീഡനം എന്ന് പറഞ്ഞാൽ തീവ്രത കുറഞ്ഞ പാർട്ടി പ്രവർത്തനത്തിലേക്ക് കമ്മ്യൂണിസ്റ്റ് സഖാക്കൾ, നല്ല സഖാക്കൾ മാറിക്കൊണ്ടിരിക്കുന്നു. അതായത് ഒരുതരം മരവിപ്പ് അവരുടെ പ്രവർത്തന രീതിയിൽ ഉണ്ടായിട്ടുണ്ടെന്നുള്ളതാണ്. മരവിപ്പ് മാത്രമല്ല, അകന്ന് നിൽക്കാനുള്ളൊരു ടെൻഡൻസി. നമ്മുടെ അടുത്തേക്ക് ഇപ്പോൾ നമ്മൾ ബസ്സിലാണെങ്കിലും ഒരു കുഷ്ഠരോഗി അല്ലെങ്കിൽ ആരെങ്കിലും നമ്മുടെ കാര്യം അവരെ അവഗണിക്കരുതെന്നൊക്കെ പറയും. എന്നാൽ പോലും അവർ നമ്മുടെ അടുത്തേക്ക് അടുത്ത് വരുമ്പോൾ നമ്മൾ സ്വല്പം അകൽച്ച പാലി, ഒരുതരം ഒഴിഞ്ഞു മാറില്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടി കുഷ്ഠരോഗിയെ സമീപിക്കുന്ന രീതിയിൽ അണികൾ തന്നെ സമീപിക്കാൻ തുടങ്ങി. അതിൻ്റെ ഏറ്റവും വലിയ പ്രകടമായ തെളിവ് നമ്മൾ കണ്ടെത്തുന്നത് ഒന്ന് പയ്യന്നൂരിൽ നിന്നും തളിപ്പറമ്പിൽ നിന്നുമാണ്. ഇപ്പോൾ സുധാകരൻ്റെ വിജയം എന്ന് പറഞ്ഞാൽ ഇവിടെ പല അമ്പലപ്പുഴ പണ്ട് തൊട്ടേ പല കലാപങ്ങളും പ്രശ്നങ്ങളും പാർട്ടിയിൽ ഉണ്ടായിക്കൊണ്ടിരുന്ന സ്ഥലമാണ്.
പുന്നപ്ര വയലാർ നാടാണെന്ന് പറയുമെങ്കിൽ പോലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അവിടെ ആലപ്പുഴ പലതരത്തിലുള്ള മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇതൊരു കാലത്ത് പോലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് എതിരായി ഒരു കാക്ക പോലും കരയാത്ത നാട്ടിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി തൂക്കുകയാണ്. സാമാന്യം ഭംഗിയായിട്ട് തൂക്കുകയാണ്. വലിയ പുറമെ നോക്കുമ്പം യാതൊരു തരത്തിലുള്ള പ്രചണ്ഡമായ പ്രചരണങ്ങളോ നേതാക്കന്മാരുടെ താരത്തിക്കളോ ഒന്നുമില്ലായിരുന്നു. പക്ഷേ മറിച്ച് വെറും സാധാരണ പ്രവർത്തകർ, അത് UDFൻ്റെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയും സാധാരണ പ്രവർത്തകർ അല്ലെങ്കിൽ ശരിയായ രാഷ്ട്രീയ പ്രവർത്തകർ ഒത്തുചേർന്നപ്പോൾ അവിടെ CPM തൂക്കുകയാണ്. അപ്പോൾ ഇവിടുന്ന് എങ്ങനെ മുമ്പോട്ട് പോകുന്ന ആദ്യം ആലോചിക്കേണ്ടത് ചില ഘടകങ്ങളെ മാത്രം നോക്കാം. മനുഷ്യൻ്റെ മനസ്സിലേക്ക് വേദനയുണ്ടാക്കിയ മുറിവേൽപ്പിച്ച സംഭവങ്ങൾ TP ചന്ദ്രശേഖരൻ്റെ വധം ഒരു തുടക്കം മാത്രമായിരുന്നു. അതിൽ നിന്നുണ്ടായ ചുവരെഴുത്ത് വടകര പോലെ അല്ലെ വടകരയുടെ ചുറ്റുവട്ടത്തെ എങ്ങനെ പ്രതിഫലിച്ചു എന്ന് മനസ്സിലാക്കാൻ പഠിക്കാൻ ഇവർ തയ്യാറായില്ല. ഇനിയും ഞങ്ങളെ അംഗീകരിച്ചോളൂ, അല്ലെ ഞങ്ങൾക്കെതിരായി സംസാരിക്കുന്നവരെ ഞങ്ങൾക്ക് നിലക്ക് നിർത്താൻ അറിയാം എന്നുള്ള ടെൻഡൻസിയിലാണ് ഇവർ പോയത്. പാർട്ടിക്ക് എതിരെ നീങ്ങുന്ന ആളുകൾക്ക് ഇതായിരിക്കും അനുഭവം എന്നുള്ള വ്യക്തമായ സന്ദേശം നൽകിയ ഒരു കൊലപാതകം തന്നെയായിരുന്നു TP ചന്ദ്രശേഖരൻ്റെ. അപ്പോൾ ഏറ്റവും കൂടുതൽ ശക്തി ഉണ്ടായിരുന്ന കുറേ സ്ഥലങ്ങളിലെ ആൾക്കാരുടെ പേര് മാത്രം നോക്കിയാൽ മതി. അതിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മുമ്പിൽ നിന്നിരുന്ന, ഞാൻ ആദ്യം ഫസ്റ്റ് എടുത്തു പറയുന്നത് സിദ്ധാർത്ഥൻ എന്നുള്ള പയ്യൻ്റെ പേരാണ് പറയുന്നത്. വെറ്റിനറി കോളേജിൽ സിദ്ധാർത്ഥൻ എന്ന പയ്യൻ. കാരണം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ CPMൻ്റെ ആത്മാവാകേണ്ട, നാളത്തെ തലമുറയാകേണ്ട, നാളത്തെ MLA മാരും മന്ത്രിമാരും ഒക്കെ ആകേണ്ട SFIയുടെ പ്രവർത്തകർ, ഞാൻ പറയില്ല, SFIയുടെ മൃഗങ്ങൾ ഈ പയ്യനെ കൊല്ലുകയായിരുന്നു. അവരുടെ ഇടിമുറിയിൽ വെച്ച് അവര് ചോരച്ചാലുകൾ നീന്തിക്കിടക്കണം എന്നുള്ള ചെഗുവേരയുടെ പോലുള്ളവരുടെ പ്രസ്താവനകൾ ആത്മാംശമായിട്ടെടുത്ത് അതിനെ സ്വീകരിച്ച് പാവം പിടിച്ച ഈ പയ്യൻ്റെയാണ് ചോര കാണാൻ, ആ ചാലാണ് നീന്തിക്കിടക്കാൻ നോക്കിയത്. അന്ന് SFIയുടെ പ്രതികരണം, അല്ലെ വയനാട്ടിലെ പാർട്ടി കമ്മിറ്റിയുടെ പ്രതികരണം എങ്ങനെയായിരുന്നു? തെറ്റ് പറ്റുന്നതിലല്ല, വീണ ജോർജിന് തെറ്റ് പറ്റി എന്നുള്ളതല്ല പ്രശ്നം, തെറ്റ് പറ്റിക്കഴിഞ്ഞപ്പോൾ ഉണ്ടാകുന്ന പ്രതികരണങ്ങളാണ് പ്രശ്നം. മാർക്സിസ്റ്റ് പാർട്ടിക്ക് പറ്റിയ ഏറ്റവും വലിയ കുഴപ്പം ജനങ്ങൾ വേദനയോടെ കാണാം, അല്ലെങ്കിൽ വേദനയോടെയും രോഷത്തോടെയും കണ്ട പ്രശ്നങ്ങളെ, സംഭവങ്ങളെ മാർക്സിസ്റ്റ് പാർട്ടി അത് വക്രീകരിച്ച് പരിഹാസരൂപേണ ന്യായീകരിക്കാനാണ് പ്രത്യേകിച്ച് ഗോവിന്ദനെ പോലുള്ളവരും പിണറായി വിജയനെ പോലുള്ളവരും ശ്രമിച്ചത്. സാർ, അപ്പോൾ അതിൽ നിന്ന് ഞാനൊരു സംശയം, ഈ അക്രമത്തിനും അരാജകത്വത്തിനും എതിരെ യഥാർത്ഥ കമ്മ്യൂണിസ്റ്റ് വിശ്വാസികൾ മുഖം തിരിഞ്ഞു നിൽക്കുന്നു എന്ന് വേണ്ട ഇതിൽ നിന്നൊക്കെ മനസ്സിലാക്കാൻ. കാരണം 2026 തെരഞ്ഞെടുപ്പ് വന്നതോടുകൂടി കാതലായ വിഷയങ്ങളെക്കുറിച്ച് അവർ ചിന്തിച്ചു തുടങ്ങിയിരിക്കുന്നു. സാറ് പറഞ്ഞു തുടങ്ങിയ ഈ TP ചന്ദ്രശേഖരൻ വധം മുതൽ ഇങ്ങോട്ട് ഉണ്ടായിട്ടുള്ള ഇപ്പോൾ ശബരിമല ആഗോള അയ്യപ്പ സംഗമത്തെ തുടർന്നുണ്ടായ ആ ഒരു കരിങ്കൊള്ള പോലും, അതിനു മുൻപ് ശബരിമലയിൽ നടന്ന കരിങ്കൊള്ള, ഇങ്ങനെയുള്ള നിരവധി വിഷയങ്ങൾ സമൂഹത്തിൽ നടന്നിട്ടുള്ള ചെറുതും വലുതുമായിട്ടുള്ള വിഷയങ്ങളിൽ CPM കൈക്കൊണ്ട നിലപാടുകൾ ഒരു പരിധിവരെ യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാരെ ഒരു മനം മടിപ്പിക്കുന്ന അവസ്ഥയിലേക്ക് മാറ്റിയിട്ടില്ലേ ഇത്? അപ്പോൾ രണ്ട് തരത്തിലുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തകർ, രണ്ട് തരത്തിലുള്ള പ്രവർത്തകർ. ഒന്ന് സിവിലൈസ്ഡ് കമ്മ്യൂണിസ്റ്റുകാർ, കുറേയൊക്കെ വായനയും ജനങ്ങളുമായിട്ട് ഇടപെട്ടുള്ള പ്രവർത്തനം. ഇപ്പോൾ നമ്മുടെ രവീന്ദ്രനാഥിനൊക്കെ നമുക്ക് ഉദാഹരണമായിട്ട് പറയാം. അങ്ങനെ പലരുമുണ്ട്. ഇപ്പോൾ TK ഗോവിന്ദൻ അല്ലെങ്കിൽ കൊച്ചുകൃഷ്ണനൊക്കെ ആ രീതിയിൽപ്പെട്ട ആൾക്കാരെ, കലാപത്തിൻ്റെ മാർഗം സ്വീകരിക്കാത്തവരാണ്. സിവിലൈസ്ഡ് കമ്മ്യൂണിസ്റ്റുകാരും ബാർബേറിയൻ കമ്മ്യൂണിസ്റ്റുകളുമുണ്ട്. ഭാഗ്യവശാൽ പിണറായി വിജയൻ്റെ ആദ്യത്തെ ടൈമിൽ തന്നെ തുടക്കം കുറിച്ചു. രണ്ടാം ടൈമായപ്പോഴേക്കും ഈ ബാർബേറിയൻ കമ്മ്യൂണിസ്റ്റുകളുടെ കയ്യിലേക്ക് പാർട്ടിയുടെ എല്ലാ സംവിധാനങ്ങളും, നിയന്ത്രണ സംവിധാനങ്ങളും മാറി. അതിൻ്റെ തുടർച്ചയായിരുന്നു. സാർ, അതൊന്ന് തിരുത്തി പറഞ്ഞുകൊണ്ട് ബുദ്ധിമുട്ടുണ്ട്. ബാർബേറിയൻ സംസ്കാരം എന്ന് പറയുമ്പോൾ അസംസ്കൃതമായിട്ടുള്ള ഒരു രീതി, അവിടെ ഈ കൊല്ലും കൊലയ്ക്കൊന്നും വലിയ വില കൽപ്പിക്കാത്ത ആളുകൾ, അതായത് ഗുണ്ടായുസത്തിലേക്ക് കമ്മ്യൂണിസം വഴിമാറി എന്ന് വിവക്ഷിച്ചാൽ തെറ്റുണ്ടോ? ഒരു കുഴപ്പമില്ല. ഗുണ്ടായുസത്തേക്കാൾ കുറേ കൂടെ കടന്നുപോയി. ഗുണ്ടായുസം തൽക്കാലം ഒരു വഴക്കുണ്ടാക്കി പ്ലാൻ ചെയ്ത് സ്ഥിരമായി ഇത് ചെയ്യാൻ പ്രാക്ടീസ് ചെയ്യാണ്. ഇതൊന്നും ഇന്നോ നാളെ നിർത്തുന്ന പരിപാടിയല്ല, സ്ഥിരമായി ഒരു സ്വഭാവമായിട്ട് സംസ്കാരമായിട്ട് മാറി. സീരിയൽ കില്ലിംഗ് ആയി മാറി. അതിന് മടിയില്ല. ഞാൻ കഴിഞ്ഞൊരു ചർച്ച പറഞ്ഞു, ഈ ചോര കാണുന്നത് സന്തോഷിക്കുന്ന, ഉന്മാദം കൊള്ളുന്ന ആൾക്കാരെ, ആ കൾച്ചറിലേക്ക് ഇത് മാറി. അവിടുന്ന് ഇപ്പം ഞാനായിരുന്നു CPMൻ്റെ പിണറായി വിജയൻ്റെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ, വയനാട് പ്രശ്നം ഉണ്ടായപ്പോൾ ആദ്യം തന്നെ SFIയുടെ വയനാട് ജില്ലാ കമ്മിറ്റിയും
വയനാട് ആ കോളേജിലെ യൂണിറ്റ് പിരിച്ചുവിടുമായിരുന്നു. SFI ഇല്ലെങ്കിലും വേണ്ട, ഒരു മനുഷ്യൻ പോലും SFI ഇല്ലെങ്കിൽ പോലും അവരെ ആദ്യം പിരിച്ചുവിടുമായിരുന്നു. ഇത് രാജ്മോഹൻ സാറ് പറഞ്ഞതുപോലെ ഇപ്പോൾ സാറ് പറഞ്ഞല്ലോ ഞാനായിരുന്നെങ്കിൽ അങ്ങനെ ചെയ്യും എന്നുള്ളത്. ഇത് തന്നെയാണ് സാർ ഓരോ കമ്മ്യൂണിസ്റ്റ് വിശ്വാസികളും നിഷ്പക്ഷമതികളായ ഓരോ ആളുകളും ചിന്തിക്കുന്നത്. ഞാനായിരുന്നു ആ സ്ഥാനത്തെങ്കിൽ ഒരു കാരണവശാൽ ഇങ്ങനെ സംഭവിക്കാൻ സമ്മതിക്കില്ലായിരുന്നു. അതായത് നമ്മുടെ ഈ സൗഹാർദ്ദപരമായ അന്തരീക്ഷം നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഏതൊരാളും കക്ഷി രാഷ്ട്രീയത്തിനുപരിയായി ജനജീവിതത്തിൽ സ്വൈര്യവും ശാന്തിയൊക്കെ ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ ഓരോരുത്തരും വിചാരിക്കുന്നൊരു കാര്യമാണ് സാറ് പറഞ്ഞത്. ഞാനായിരുന്നെങ്കിൽ എന്ത് ചെയ്യുമായിരുന്നു. അത് വളരെ പ്രസക്തമായൊരു കാര്യം തന്നെയാണത്. ആദ്യത്തെ ഒരു കാര്യം പറഞ്ഞു. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ആര്യ രാജേന്ദ്രനും യദു എന്ന് പറഞ്ഞ പാവം പിടിച്ച കണ്ടക്ടറുമായിട്ടുള്ള പ്രശ്നം. ആര്യ രാജേന്ദ്രൻ അവരുടെ ഭർത്താവ് ബാലുശ്ശേരി ചെകുവരയുമായ മേയറായ ആര്യരാജേന്ദ്രൻ MLA ആയ ഭർത്താവ്, MLA അല്ല, ബാലുശ്ശേരി ചെകുവര എന്ന് പറയാം. ഭർത്താവ് CPM-ന്റെ വിപ്ലവകാരികളൊക്കെ ചെകുവര എന്നാണ് വിളിക്കേണ്ടത്. അവരാ ബ്രാഞ്ചാണ് കൊണ്ടു നടക്കുന്നത്. അവരെ നമ്മൾ പ്രോത്സാഹിപ്പിക്കാം. അപ്പോൾ ഇവർ രണ്ടുപേരും കൂടെ ചെയ്ത പ്രവൃത്തി തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി എത്രയോ വലിയ നേതാക്കന്മാരുണ്ട്. പഴയകാലത്തെ വിജയകുമാർ തൊട്ട് ആനാവൂർനാഗപ്പനുണ്ടായിരുന്നു, അവർ പോയി. പിന്നെ ജോയി MLA ഉണ്ട്, ശിവൻകുട്ടിയുണ്ട്, കടകംപള്ളി സുരേന്ദ്രനുണ്ട്. ഇങ്ങനെ പല 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 നേതാക്കന്മാരും ഉള്ള സ്ഥലത്ത് അതിനെ നിലക്ക് നിർത്താൻ എന്തുകൊണ്ട് പറ്റി? അവരെ നാളെ പിറ്റേ ദിവസം മേയർ സ്ഥാനം രാജിവെച്ച് പുറത്തു പോകാൻ പറയാൻ ഒരു നേതാവ് പോലും ഇവിടെ ഇല്ലായിരുന്നു. ഇത് കണ്ടത് അംഗീകരിക്കുകയാണോ, ഇത് നിങ്ങളത് അനുകൂലിക്കുകയാണോ, എതിർക്കുകയാണോ? രണ്ടെങ്കിലും പറ. ഒന്നുകിൽ ആര്യ രാജേന്ദ്രൻ ചെയ്തത് ശരിയായി, ആര്യ രാജേന്ദ്രൻ അപ്പം അവനെ 2 അടിയും കൂടെ കൊടുക്കേണ്ടതായിരുന്നു എന്ന് പറ. അതിന് പകരം ആര്യ രാജേന്ദ്രനെ കേമിയായിട്ട് കൊണ്ടു നടക്കുകയും പക്ഷെ ഒരു വേറെ ചെയ്തു. അത് പ്രശ്നം മൂത്ത് കഴിഞ്ഞപ്പോഴത്തേക്കും ദേവി ചെയ്ത് നിങ്ങളുടെ സേവനം തിരുവനന്തപുരം ജില്ലയിൽ വേണ്ട എന്ന് പറയത്തക്ക രീതിയിൽ വരെയായ ആര്യ രാജേന്ദ്രൻ പാർട്ടിയിൽ സുരക്ഷിതരായിട്ടിരിക്കുകയാണ്. 2024 തെരഞ്ഞെടുപ്പിലെല്ലാം നമ്മളത് കണ്ടതാണ്. വീണ വിജയനെ രക്ഷിക്കാനുള്ള സമരത്തിൽ ഈ പെൺകുട്ടി ധൈര്യമായിട്ട് മുമ്പിലുണ്ട്. മുദ്രാവാക്യം വിളിക്കാൻ ആര്യ രാജേന്ദ്രനുണ്ട്. വീണ വിജയൻ ആര്യ രാജേന്ദ്രനെ പോലുള്ള രക്ഷപ്പെടാൻ മാർഗം വേണം തോന്നി. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ് കൺവെൻഷനിൽ പോലും ആര്യ രാജേന്ദ്രൻ CPM-ന്റെ വേദികളിൽ നിന്ന് പുറത്തിറക്കി നിർത്തിക്കൊണ്ട് തന്നെയാണ് ശിവൻകുട്ടിയൊക്കെ അവിടെ വോട്ട് ചോദിച്ചത്. ഒരു കാരണവശാലും ഇവരെ പാർട്ടി സംവിധാനത്തിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇപ്പോൾ ഉണ്ടായ തോൽവിയേക്കാൾ ദയനീയമായ തോൽവി ഉണ്ടാവും എന്നുള്ളത് അവർ അന്നേ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അത് തെരഞ്ഞെടുപ്പ് കാലത്ത് ചെയ്യേണ്ട പ്രവൃത്തിയായിരുന്നില്ല, വളരെ നേരത്തെ തന്നെയാണ്. ഞാൻ 2 ചെറിയ ചെറിയ ഉദാഹരണങ്ങൾ പറയാണ്. വലിയ ഉദാഹരണങ്ങൾ വേറെ ഒത്തിരിയുണ്ട്. പിന്നെ നയങ്ങൾ, സാമ്പത്തിക നയങ്ങൾ, കിറ്റ് കൊടുക്കലല്ല നയം, കിറ്റ് മേടിക്കേണ്ടാത്ത അവസ്ഥയിലേക്ക് ജനങ്ങളെ എത്തിക്കലാ നയം. വികസനത്തിന്റെ വേണ്ടത് അതാ വേണ്ട. അതിന് പകരം ജനങ്ങളെ സ്വാശ്രയരാക്കാനുള്ള പ്രയത്നമാണ് ഉണ്ടായിരിക്കുന്നത്. അല്ല, ഒന്ന് ആലോചിച്ച് നോക്ക്. ഇത്രയും മണ്ടന്മാരായ മനുഷ്യർ, സെക്രട്ടേറിയറ്റും നമ്മുടെ സാമ്പത്തിക വിദഗ്ധർ ഇവരെല്ലാം നടത്തും. പിണറായി വിജയൻ പറഞ്ഞൊരു വാചകമുണ്ട്, ഡെൻമാർക്കിൽ പോയിട്ട് വന്നിട്ട്. ഡെൻമാർക്ക് മോഡൽ നമുക്കിവിടെ നടപ്പാക്കണം. ഡെൻമാർക്ക് മോഡലിന് അടുത്ത വാചകങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യാണ്. നദി റൂം ഫോർ റിവർ പ്രൊജക്റ്റാണ് ഡെൻമാർക്കിൽ. അവിടെ നദികൾക്ക് വെള്ളപ്പൊക്കമൊന്നും ഉണ്ടാകില്ല, കൂടുതൽ വെള്ളം വെറുതെ പോകില്ല, അവിടെ ഒഴുകിപ്പോകാനുള്ള സ്ഥലമുണ്ട്. അത് എന്തോ വലിയ കണ്ടുപിടുത്തമാണെന്നുള്ള മട്ടിൽ പാവം പിടിച്ച, ഞാൻ ആ കാര്യത്തിൽ പാവം സഹതാപം തോന്നുന്നു അദ്ദേഹത്തോട്. പിണറായി വിജയൻ ഇവിടെ പറയുകയും അത് കൈയടിക്കാൻ ഇവിടുത്തെ വിദഗ്ധന്മാരെ കാതുകൂർപ്പിച്ചിരിക്കുകയും വികസന സെമിനാറുകൾ ഇത് പറയുകയും ചെയ്യുമ്പോൾ റൂം ഫോർ റിവർ എന്ന് പറഞ്ഞാൽ എന്താ അതറിയത്തില്ല. അത് പറഞ്ഞു കൊടുക്കാൻ ആരും ഇല്ലാതെ പോയി. നമ്മൾ കൊച്ചു ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. നൈൽ നദീതട സംസ്കാരം, ഗംഗാ നദീതട സംസ്കാരം, ബ്രഹ്മപുത്ര നദീതട, ഇങ്ങനെ ഓരോ നദീതടങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഈ നദീതടം എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? നദിക്ക് ഓവർഫ്ലോ ഉണ്ടാകുമ്പോൾ എന്തെങ്കിലും കാരണത്താൽ വെള്ളം കൂടി വരുമ്പോൾ ഒഴുകിപ്പോകാനുള്ള സ്ഥലമാണ് നദീതടം. തീരം. അവിടെ കെട്ടിടങ്ങൾ പണിയൊന്നും ചെയ്യില്ല. തീരം മാത്രമല്ല, നദീ തടമായിട്ട് ഇങ്ങനെ ചിലപ്പോൾ ഏക്കർ കണക്കിന് കാണും. ആ കാലങ്ങളിൽ മാത്രം, മഴയില്ലാത്ത കാലത്ത് മാത്രം ചെറിയ തോതിലുള്ള കൃഷി, ആ പീരീഡിലുള്ള കൃഷി മാത്രമേ ചെയ്യുള്ളൂ. അതാണ് നദീതട. ഈ വെള്ളം ഒഴുകി വരുന്ന വെള്ളത്തെ മുഴുവൻ അബ്സോർബ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ടായിരുന്നു. അത് റൂം ഫോർ റിവർ ആയപ്പോഴത്തേക്കും പിണറായി വിജയൻ എന്തോ മഹാസംഭവമായിട്ട് കാണുക. അതാണ് ഈ നാട്ടിൽ എന്ന് പറയുന്നത്. തെറ്റിദ്ധാരണാജനകമായിട്ടുള്ള അഭിപ്രായങ്ങളാണ് പങ്കുവയ്ക്കപ്പെടുന്നത്. അല്ല, അതിനെ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുന്ന വികസന നയം ഇത് എന്തോ സംഭവമാണ്. ഇപ്പം ഞാൻ സാർ, ഇപ്പോൾ എന്നെപ്പോലുള്ള ആളുകളൊക്കെ അന്ന് തെറ്റിദ്ധരിച്ചത്, ചുരുങ്ങിയത് ഞാനെങ്കിലും ഡെൻമാർക്കിൻ്റെ പോലെ വികസന പ്രവർത്തനങ്ങളൊക്കെ വേണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഈ ലോകത്തെ ഏറ്റവും കൂടുതൽ മുട്ട വ്യാപാരം ചെയ്യുന്ന ഒരു സ്ഥലം കൂടിയാണ് ഡെൻമാർക്ക്. ഇനിയിപ്പോൾ ഇവിടെ ഇനി മുട്ട കൃഷി അങ്ങനെയുള്ള കോഴിക്കൃഷിയൊക്കെയാണ് മുഖ്യമന്ത്രി വിഭാവനം ചെയ്തതെന്ന് പോലും നമുക്ക് സംശയം തോന്നിപ്പോയി. അല്ല, ഇതാ പറഞ്ഞത് വാചകം, ടിപ്പിക്കൽ വാചകം. ഡെൻമാർക്കിലെ പോലെ റൂം ഫോർ റിവർ അത് എടുത്തെടുത്ത് പിന്നെ ഒന്നല്ല പറയുന്നു, പല പ്രാവശ്യം പറയുകയും. അപ്പോൾ ആ രീതിയിലുള്ള
ഒരു മന്ദബുദ്ധി എന്ന് വിളിച്ചാൽ പോലും കുഴപ്പമില്ല ആ കാര്യത്തിൽ. അത് തോമസ് ഐസക്ക് ഉള്ളപ്പോഴാണ് പറയുന്നത്. തോമസ് ഐസക്കൊക്കെ ഉണ്ടാ കൂട്ടത്തിൽ ഈ വികസന സങ്കല്പത്തിൽ ഇത് ഏറ്റവും ഫണ്ടമെൻ്റലായിട്ട് ഇവിടെ കാഴ്ചപ്പാടി പറ്റിയ തെറ്റാണ്, ഫണ്ടമെൻ്റലായിട്ട്. പിന്നെ PSC ജോലി കിട്ടുന്നത് മെറിറ്റ് കിട്ടും എന്നുള്ള ധാരണയുണ്ട്. റാങ്ക് ഹോൾഡേഴ്സിന് പോലും ജോലി ഇല്ലാത്ത അവസ്ഥ. കോപ്പറേറ്റീവ് ബാങ്ക് മുഴുവൻ ആദ്യം ടെമ്പററി ആയിട്ട് നിയമിച്ചിട്ട് പാർട്ടിക്കാരെ മാത്രം നിയമിക്കുന്ന അവസ്ഥ. അപ്പോൾ സമൂഹത്തിലെ ബാക്കി ബഹുഭൂരിപക്ഷന്മാരുടെ ഭാര്യമാർക്കെല്ലാം സിൻഡിക്കേറ്റിൽ അല്ലെങ്കിൽ അങ്ങനെയുള്ള ജോലി, കോളേജ് പ്രൊഫസർ, ലെക്ചറർ, ലൈബ്രറിയന് എല്ലാം ഉണ്ട്. പല പോസ്റ്റുകൾ ഇങ്ങനെ അവർക്ക് വേണ്ടി ഇതെല്ലാം ഇവിടുത്തെ നാട്ടിലെ പാവം പിടിച്ച സഹാക്കൾ കാണുന്നുണ്ട്. റെക്കമെൻഡേഷൻ ലെറ്റർ മേടിക്കാൻ പോയി കത്തുമായി വരുന്നതാ, എന്നെ ഇന്ന സീറ്റിലേക്ക് നമ്മുടെ സഖാവിൻ്റെ മകളെ നിയമിക്കണം എന്നുള്ള കത്ത് മേടിക്കാൻ കഴിവില്ലാത്ത ഒത്തിരി പേരുണ്ട്. അവരുടെ കാര്യം ആര് നോക്കും? അപ്പോൾ അത് അത്തരം യാഥാർത്ഥ്യങ്ങൾ ചർച്ച ചെയ്യാനോ മനസ്സിലാക്കാനോ ശ്രമിക്കാതെ ഇത് നടക്കുന്നു. നോക്കൂ, നമ്മൾ ഈ സെക്രട്ടേറിയറ്റ് നടയിൽ നമ്മൾ കണ്ട ഏറ്റവും വലിയ ദയനീയമായ സമരങ്ങളിൽ ഒന്നായിരുന്നു ആശാവർക്കർമാരുടെ PSC റാങ്ക് ലിസ്റ്റിലുള്ള ആളുകളുടെ പോലീസിലേക്ക് അവസാന വട്ടം ഇനി അവർക്കൊരു ചാൻസ് ഇല്ല. അപ്പോൾ അവർ നീട്ടിയിട്ടുണ്ട്. തീർച്ചയായും അവർ ലിസ്റ്റ് വന്നിട്ട് ആ ലിസ്റ്റ് ഈ ഒരു പ്രത്യേക കാലാവധിക്കുള്ളിൽ അത് തീരും. അതിനുള്ള നിയമനം നടന്നില്ലെങ്കിൽ തീർച്ചയായും അവർക്ക് വീണ്ടും ഒരു അവസരമില്ല. അങ്ങനെ അവർ മുട്ടിലിഴഞ്ഞ് സമരം നടത്തുന്നത് നമ്മൾ കണ്ടു, ഒരുപാട് യുവതികൾ. അപ്പോൾ അതിനൊക്കെ പരിഗണിച്ചില്ലെന്നുള്ളത്, അതിനൊക്കെ പരിഹസിക്കുകയായിരുന്നു. അതെ, തീർച്ചയായും ആ സമരങ്ങളെ അനുഭാവപൂർവ്വം ഒന്ന് അഡ്രസ്സ് ചെയ്യാൻ പോലും പറ്റില്ല എന്നുള്ളത് വലിയ വേദന ഉളവാക്കുന്ന കാര്യം തന്നെയാണ്. ആ വേദനയുടെ ബഹിർസ്ഫുരണങ്ങൾ തന്നെയാണ് നമ്മൾ ഈ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഫലപ്രഖ്യാപനം വന്നപ്പോൾ കണ്ടത്. അവരുടെ പ്രതിഷേധമാണ്, അവരുടെ കണ്ണീരിൻ്റെ ആ പ്രതികാരമാണ്, ആ പ്രതികരിക്കലാണ് കണ്ടത്. തീർച്ചയായും ഇതിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് എങ്ങനെയാണ് CPM എന്ന പാർട്ടിയുടെ നിലനിൽപ്പ് എന്നുള്ളൊരു ചോദ്യം വരുമ്പോൾ എങ്ങനെയാണ് ഒരു ഉത്തരം കണ്ടെത്താൻ പറ്റുക? രണ്ട് കാര്യങ്ങൾ പറയാം. ഒന്ന്, നമ്മുടെയൊക്കെ ചെറുപ്പകാലത്ത് കമ്മ്യൂണിസ്റ്റുകാർ പോലീസ് വാനിന് പറഞ്ഞിരുന്നത് ഇടിവണ്ടി എന്നാണ് പറയുന്നത്. പിണറായി വിജയനെ സഞ്ചരിക്കണേ അത്ര 8, 10, 20 ഇടിവണ്ടി ഉണ്ടെങ്കിൽ മാത്രമേ പറ്റാത്ത അവസ്ഥയിലേക്ക് ഇങ്ങനെ മാറി. അതാരാ ഇങ്ങനെ മാറി ഞാൻ വിശ്വസിക്കുന്നില്ല. ഇങ്ങനെ ആ രീതിയിൽ ഉപദേശിച്ച് മാറ്റിമറിച്ചു. അത് ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ല. ആ ഇവരുടെ ബുദ്ധി കേന്ദ്രം ആരാണെന്നുള്ളതിനെ കുറിച്ച് കണ്ടുപിടിച്ചിട്ടില്ല. സാർ, ഇത് ഒരിക്കലും നമുക്ക് മനസ്സിലാകാത്തൊരു കാര്യമാണ്. ഇപ്പം നമ്മൾ ഈ പറയുന്നത് എന്താണ്, കോടതി അലക്ഷ്യമാവുമോ അല്ലെങ്കിൽ ഭരണഘടനാ വിരുദ്ധമാണോന്ന് നമുക്കറിയില്ല. എങ്കിലും പറയട്ടെ, ഒരു കേരളം പോലുള്ളൊരു സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രിക്ക് ഏത് തരത്തിൽ എത്രയെത്ര, ഇപ്പോൾ 16ാമത് നിയമസഭയാണ്, എത്രയെത്ര മുഖ്യമന്ത്രിമാർ നമ്മുടെ കേരളത്തിൽ ഭരിച്ചു. ഇതുപോലെ ഈ 41 കാറുകളുടെ അകമ്പടിയോടുകൂടി ഈ 2 ഇടിവണ്ടികൾ, മൊബൈൽ ജാമർ, ആംബുലൻസ് മുതലായ സുരക്ഷാ സംവിധാനങ്ങളോടുകൂടി യാത്ര ചെയ്യുന്നൊരു മുഖ്യമന്ത്രി ഇത്രമാത്രം സുരക്ഷാ സന്നാഹങ്ങളോടുകൂടി യാത്ര ചെയ്യാൻ ഈ മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയന് ഏത് തലത്തിൽ നിന്നാണ് ഇത്രയധികം സുരക്ഷാ ഭീഷണി ഉണ്ടായിരുന്നത്? ഇത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. അതിൻ്റെയൊക്കെ ആ സുരക്ഷാ ഭീഷണിയുടെ പേര് കാണിച്ച ഈ ഒരു രാജകീയ അത് നമ്മൾ പറയുന്ന യാത്ര എന്നല്ല പറയേണ്ടത്, എഴുന്നള്ളത്താണ്. രാജാവിൻ്റെ എഴുന്നള്ളത്ത്. അപ്പോൾ ആ എഴുന്നള്ളത്ത് വരുമ്പോൾ മുണ്ട് മുടക്കൊണ്ട് ചിത്രയിരുന്നാളൊക്കെ ആട്ടവിശേഷത്തിന് എഴുന്നള്ളത് പോലെ മുണ്ട് അഴിച്ച് തോർത്തൊക്കെ വട്ടം ചുറ്റിക്കെട്ടി ഭവ്യതയോടെ നിൽക്കണം. അല്ലാതെ ആരെങ്കിലും നിന്നിട്ടുണ്ട് അവൻ്റെയൊക്കെ രക്ഷാപ്രവർത്തനം നടത്തുക, അല്ലെങ്കിൽ അടിച്ചു പൊട്ടിക്കുന്നുള്ള മെസ്സേജല്ല. ഇനി ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട്. എന്നാൽ ഏറ്റവും എനിക്ക് തോന്നിയ പ്രധാനപ്പെട്ട കാര്യം, പിണറായി വിജയൻ്റെ ഇമേജിൽ ആ ഷർട്ടേൽ വീണ മഷിത്തുള്ളിയാണോ വെള്ളത്തുള്ളിയാണോ വെറും ചെളിയാണോ എന്നൊന്നും അറിയത്തില്ല. ഒരു കറുത്ത പൊട്ട് വീണത് ലാവലിംഗ് കേസാണ്. ലാവലിംഗ് കേസിൽ പിണറായി വിജയനെ ശിക്ഷിക്കുകയോ വെറുതെ വിട്ടോ എന്നുള്ളതല്ല പ്രശ്നം. ഈ കേസ് കൈകാര്യം ഇത്രയും തുടർച്ചയായിട്ട് അവധി വയ്ക്കാൻ പോവുകയും 10, 20, 30, 40 ഇനി ഒരിക്കലും അവധി കൊടുക്കില്ല എന്നുള്ള സുപ്രീം കോടതി വീണ്ടും ഈ കേസിനും CBIയും കോടതിയും കൂടെ ചേർന്ന് അവധി കൊടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് സംശയിച്ചു പോകും പിണറായി വിജയനിൽ എന്തോ പങ്കുണ്ട്, അല്ലെ പിണറായി വിജയൻ അതുകൊണ്ടാണ് ഇത്രയും വിഷമിക്കുന്നത്. മറിച്ച് പിണറായി വിജയൻ ചെയ്യേണ്ടിയിരുന്ന, അല്ലെങ്കിൽ പിണറായി വിജയനോട് പാർട്ടി പറയേണ്ടിയിരുന്നത്, താൻ നേരെ സുപ്രീം കോടതിയിൽ പോയി അർജൻറ്റ് പെറ്റീഷൻ കൊടുത്ത് ഈ കേസ് എത്രയും നേരത്തെ വാദം കേട്ട് എൻ്റെ സംതൃപ്തി പുറത്തു വിടണം. അത് പറയാനുള്ള ആത്മവിശ്വാസം, ആർജവം ഇല്ലാതായി പിണറായിക്കുന്ന പാർട്ടി മനസ്സിലാക്കിയപ്പം അദ്ദേഹത്തോട് മാറി നിൽക്കാൻ പറയാൻ തന്നെയാണ് പാർട്ടി കാണിക്കണം. സാറേ, ഒപ്പം തന്നെ മറ്റൊരു കാര്യം കൂടി ഒന്ന് സൂചിപ്പിക്കട്ടെ. എനിക്ക് തോന്നുന്നു, എൻ്റെ ഒരു പരിമിതമായിട്ടുള്ള അറിവ് വെച്ചിട്ട് ഞാൻ പറയുകയാണ്, ഇന്ത്യയുടെ പരമോന്നത കോടതിയായ ഈ സുപ്രീം കോടതി തന്നെ ഒരു കേസ് ഇത്രയധികം മാറ്റിവെക്കപ്പെട്ടൊരു അവസ്ഥ ഉണ്ടോ എന്നുള്ളത് അറിയില്ല. അല്ല, CMRന്റെ കേസ് ഉണ്ട്. അതെ, അത് ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ട് വേണമെന്ന് തന്നെ നമുക്ക് പറയാം. പിണറായി വിജയനായിട്ട് ബന്ധപ്പെട്ട വിദൂര ബന്ധമെങ്കിലുള്ള ഒരു കേസാണ് വരുന്നത്.
മറിച്ച് ഇവിടെ നമ്മുടെ പരമോന്നത നീതിപീഠങ്ങളെ നമ്മളൊരു കാരണവശാലും അവിശ്വസിക്കുന്നില്ല. എല്ലാവിധ ബഹുമാനത്തോടു കൂടി പറയട്ടെ, സാധാരണക്കാരായ ജനങ്ങൾക്ക് ഈ എന്താണ് പറയുന്നത്, നമ്മുടെ എക്സിക്യൂട്ടീവിലുള്ള വിശ്വാസം നഷ്ടപ്പെടുമ്പോൾ ജുഡീഷ്യറി ഉണ്ട് നമ്മളെ സംരക്ഷിക്കാനെന്നൊരു ബോധം ഉണ്ടാവും. ഇവിടെ ജുഡീഷ്യറിയെ പോലും സംശയിക്കത്തക്ക രീതിയിലുള്ള നിലപാടുകളുമായാണ് ഈ കേസുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പുറത്തു വരുന്നത്. അതിലും നമ്മൾ വളരെ നിരാശരാണ് ജനങ്ങൾ. അതായത് പിണറായി വിജയനായിട്ട് ബന്ധപ്പെട്ട് വരുന്ന കേസിന് പോലും നമ്മുടെ നീതിന്യായ സംഹിതയിൽ പോലും അല്ലെങ്കിൽ നീതിന്യായ വ്യവസ്ഥയിൽ പോലും ഒരു തീരുമാനമുണ്ടാകാതെ നീണ്ടുപോകുന്നു എന്ന് പറയപ്പെടുമ്പോൾ അവിടെയും ക്രൂശിക്കപ്പെട്ട് നിൽക്കുന്ന, അല്ല എന്നുണ്ടെങ്കിൽ സംശയത്തിൻ്റെ നിഴലിൽ നിർത്തപ്പെടുന്നത് ഈ പാർട്ടി തന്നെയാണ്, CPM തന്നെയാണ്. നേരത്തെ സാറ് പറഞ്ഞതുപോലെ അങ്ങനെ ഏതെങ്കിലും തരത്തിൽ പങ്കില്ലെങ്കിൽ എന്തുകൊണ്ട് ഈ പാർട്ടിയുടെ നേതൃത്വം പറയുന്നില്ല, നിങ്ങൾ ആ കേസ് വിളിപ്പിക്കൂ, ഇമ്മീഡിയറ്റ് ആയിട്ട് പെറ്റീഷൻ കൊടുത്ത് നിങ്ങളുടെ ഈ നിരപരാധിത്വം തെളിയിക്കാൻ വേണ്ടി നിങ്ങൾ ശ്രമിക്കൂ എന്ന് എന്തുകൊണ്ട് പറഞ്ഞില്ല? അത് ശരിയാണ് തന്നെയാണ്. അതാണ് പാർട്ടിയുടെ ഏറ്റവും വലിയ മണ്ടത്തിലതാ. അത് ചെയ്തിരുന്നെങ്കിൽ പിണറായി വിജയനെ രക്ഷിക്കായിരുന്നു. അതെ, പാർട്ടി പിണറായി വിജയൻ കുറ്റവാളി അല്ലെങ്കിൽ പിണറായി വിജയനെ രക്ഷിക്കായിരുന്നു. പാർട്ടിയും ഇത്രത്തോളം അവമതിപ്പ് നേരിടില്ലായിരുന്നു. പാർട്ടിക്ക് പിണറായി വിജയന്റെ കാലുകൾ ബന്ധിക്കപ്പെട്ടു. പിണറായി വിജയൻ സംസാരിക്കാൻ തുടങ്ങുമ്പോഴേ ലാവലിംഗ് കേസ് എന്നുള്ള മുദ്രാവാക്യപ്രത്വം തുടരുക. അതെ. അപ്പം ആ സംഭവത്തിന് പകരം പിന്നെ ചെറിയ ചില കാര്യങ്ങളെ പറഞ്ഞിട്ടുള്ളൂ. പാർട്ടിക്ക് അങ്ങനെ ചെയ്യാൻ പായിരുന്ന ചില ട്രേഡ് യൂണിയനുകൾ പിരിച്ചുവിടപ്പെടേണ്ട ട്രേഡ് യൂണിയൻ ഉണ്ട്. ഉറവശം ഓർക്കുന്നുണ്ടോ? ആദ്യഘട്ടത്തിൽ CPM തകർത്തത് ട്രേഡ് യൂണിയൻ്റെ മുഷ്കുകളാണ് പലയിടത്തും. അത് അത്തരം കാര്യങ്ങൾ പരിഹരിക്കപ്പെട്ടു വന്നപ്പം സർക്കാർ അത്തരം ഗുണ്ടാവിളയാട്ടങ്ങളൊക്കെ കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. അത്തരം ഗുണ്ടാവിളയാട്ടങ്ങൾ കുറഞ്ഞതുപോലെ ഞാൻ അതാണ് ഒറ്റവാചകം ഉപയോഗിച്ച് സിവിലൈസ്ഡ് മാർക്സിസ്റ്റായിട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാറിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ മാർക്സിസ്റ്റ് പ്രവർത്തകൻ മാറിക്കഴിഞ്ഞാൽ സംസ്കാരം എന്ന് പറയുന്നത് മനുഷ്യനെ ദ്രോഹിക്കുന്നതിലല്ല സഹായിക്കുന്നതിനാണെന്നുള്ള ഉത്തമ ബോധ്യത്തോടെയുള്ള കമ്മ്യൂണിസ്റ്റുകാർ രാജ്യത്തുണ്ടായാൽ അതിൻ്റെ നഷ്ടപ്പെട്ട ഗ്ലോറി തിരിച്ചു പിടിക്കാൻ പറ്റുമെന്ന് ഞാൻ വിചാരിക്കുന്നു. തീർച്ചയായും. ഇപ്പോൾ സാർ പറഞ്ഞ പോലെ 1957 ലോകത്ത് ആദ്യമായി ജനാധിപത്യ രീതിയിൽ ബാലറ്റിലൂടെ അധികാരത്തിൽ വന്നൊരു സർക്കാർ ഈ കേരളത്തിലാണ്, കമ്മ്യൂണിസ്റ്റ് സർക്കാർ. അപ്പോൾ അന്ന് കേരളത്തിൽ ഈ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം രൂപം കൊള്ളുമ്പോൾ അധസ്ഥിത വർഗത്തിൻ്റെ, അടിയാള വർഗത്തിൻ്റെ ഉദ്ധാരകരാണ് ഈ പാർട്ടി. പേര് പോലും എടുത്തു പറയില്ല, സഖാക്കൾ എന്നാണ് പറഞ്ഞിരുന്നത്. അപ്പോൾ ആ പേരിൽ പോലും ഏതെങ്കിലും തരത്തിലുള്ള ജാതീയമായ വ്യത്യാസങ്ങളോ ഉച്ചനീചത്വങ്ങളോ ഉണ്ടെങ്കിൽ അതുപോലും പ്രതിഫലിപ്പിക്കേണ്ട എന്ന് കണക്കാക്കി സഖാക്കളെ എന്ന് വിളിച്ചിരുന്ന ഒരു പ്രസ്ഥാനത്തിന് ഇന്ന് പറ്റിയിരിക്കുന്ന ഈ അപജയത്തിൽ കൃത്യമായൊരു പുനഃപരിശോധന നടത്തണം. അടിയാള വർഗത്തിൻ്റെ, അടിസ്ഥാന വർഗത്തിൻ്റെ, തൊഴിലാളി വർഗത്തിൻ്റെ പാർട്ടിയാണെന്ന് പറഞ്ഞ് പഠിപ്പിക്കുന്നത് പോലെ തന്നെ ആ പാർട്ടിയെ വിശ്വസിപ്പിക്കണം, പാർട്ടിയെ നയിക്കുന്നവരും വിശ്വസിക്കണം ഈ പാർട്ടി ഇന്നതിന് വേണ്ടിയുള്ളതാണ്. അതുകൊണ്ട് അപജയം ഉണ്ടായിട്ടുണ്ടെങ്കിൽ സമസ്ത മേഖലയിലും അഴിച്ചുപണി നടത്തണം. ഒരു ശുദ്ധികലശം ആവശ്യമുണ്ട്. മാറേണ്ടവർ മാറണം, തിരുത്തേണ്ടവർ തിരുത്തണം. എന്നാൽ മാത്രമേ ഇനി പാർട്ടിയെ പഴയ CPM എന്ന രീതിയിൽ യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാർ കാണാൻ ആഗ്രഹിക്കുന്നുള്ളൂ. അത്തരത്തിലേക്ക് പാർട്ടിക്ക് മാറാൻ കഴിയട്ടെ. രാജ്മോഹൻ സാറ് ചൂണ്ടിക്കാണിച്ച നിർദ്ദേശങ്ങളൊക്കെ ആരെങ്കിലും ചെവിക്കൊണ്ട് ഈ പാർട്ടിയിൽ ഇത് മുന്നോട്ട് വയ്ക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഈ ചർച്ച ഇവിടെ അവസാനിക്കും.